പൊന്നു നോക്കി ഇനിയിപ്പൊ നീ കാര്യമാക്കാൻ എല്ലാം കൂടെ നമ്മുടെ രണ്ടുപേരുടെയും നെഞ്ചത്തേട്ട് കയറും. അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് കേട്ടോ. ആര് ചോദിച്ചാലും ഒന്ന് പറഞ്ഞാൽ മതി. നിനക്ക് അഭിസാരണ ഇഷ്ടമാണ്, നീ അഭിസാരണ കിട്ടും. വേണ്ടി വന്ന അഭിസാരണ കിട്ടും. നിനക്ക് അഭിസാരണ ഇഷ്ടമാണ്, വേണ്ടി വന്ന എനിക്ക് അഭിസാരണ ഇഷ്ടമാണ്, വേണ്ടി വന്നാൽ ഞാൻ അഭിസാരണ കിട്ടും. എനിക്ക് അഭിസാരണ ഇഷ്ടമാണ്, വേണ്ടി വന്നാൽ ഞാൻ അഭിസാരണ കിട്ടും. എനിക്ക് അഭിസാരണ ഇഷ്ടമാണ്, അഭിസാരണ ഞാൻ കിട്ടും. ഇനി ആര് ചോദിച്ചാൽ ഇതേ പറയൂ, ഇതേ എന്റെ വായിന്ന് വരൂ. അപ്പൊ ഓക്കെ പോയി യോജിപ്പത്തെ എന്റെ പൊന്നുമോളൊന്ന് നിന്നെ. യോജിച്ച് പോയോ? അതെ, നിനക്ക് എന്തിന്റെ കേടാടി പെണ്ണെ, എന്തൊക്കെയാ പറഞ്ഞു വെച്ചിരിക്കുന്നേ? ദേ പൊന്നുമോളുടെ വീഡിയോ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര വൈറലാ. എന്താ ആപ്ഷൻ? കാന്താരിക്ക് പ്രൊഫസറോട് പ്രേമം. നീ എന്ത് ഭാവിച്ചാ കുക്കു? അത്രയും പിള്ളേരുടെ മുമ്പിൽ അവന്റെ മുഖത്ത് നോക്കി ഇഷ്ടമാണ് പോലും ഇഷ്ടം. നിനക്ക് അവനെ ഇഷ്ടമല്ല എന്ന് മമ്മിക്കറിയാം. പിന്നെ എന്ത് തേങ്ങ നീ അങ്ങനെയൊക്കെ പറയാൻ പോയേ? നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് ലിമിറ്റുകളൊക്കെ ഉണ്ട്. എനിക്ക് അഭിസാരണ ഇഷ്ടമാണ്, ഞാൻ വീണ്ടും അത് അഭിസാരണം കേട്ടല്ലോ. മാറങ്ങോട്ടേക്ക്. എടി പിന്നെ നിന്റെ ദേശം ആ ഡോറിനോടല്ല തീർക്കേണ്ടത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്രയും ചെലവെന്ന് പൊന്നുമോക്കും അല്ല അറിവുണ്ടോ? എന്നാലും പണ്ടുള്ളവർ പറയുന്നത് ശരിയാ, പ്രേമം തുടങ്ങാൻ ഒരു സെക്കൻഡൊക്കെ മതിയല്ലേ. എന്നാ പിന്നെ വേഗം ഇതിനെ കെട്ടിച്ചു വിട്ടാലോ? എന്റെ ശല്യങ്ങളും കുറഞ്ഞില്ലേ? അനുശ്രീ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അല്ല, എവിടെ പോയി നമ്മുടെ മാനസാന്തരപ്പെട്ട പുത്രി? എന്തൊക്കെയാ അവളീ കാണിച്ചു കൊടുക്കുന്നേ? നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ട കുഴപ്പമില്ല. ഇത് എന്തുവാ ഇവളുടെ ഉദ്ദേശം? അതെ, ബന്ധക്കാരാണേ. ഈ ചേച്ചി അവളെ ഒന്നും പറയല്ലേ, അവള് പാവല്ലേ, കുഞ്ഞല്ലേ. അതെ, അവളോട് ഞാൻ ചോദിച്ചു ഈ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ അവൾ പറയാ അവൾക്ക് അഭിസാരം ഇഷ്ടമാണ്, വേണ്ടി വന്ന അഭിസാരം അവൾ കെട്ടുമെന്ന്. എന്നാ പിന്നെ നമുക്കിതങ്ങ് നടത്താലോ എന്നാ ഞാൻ ആലോചിച്ചേ. അതെ, കണ്ണി കണ്ട പൊട്ടനും വട്ടനും ചട്ടനും ഒക്കെ കെട്ടിച്ചു കൊടുക്കാനും ഡിപ്രഷൻ അടിക്കുന്നവനും പെണ്ണ് തേച്ചിട്ട് പോകുന്നവനൊക്കെ കെട്ടിച്ചു കൊടുക്കാനേ 10-20 ഇല്ലേ എനിക്ക് സന്തതികള്. കണ്ണേ കണ്ണ്, പൊന്നെ പൊന്നെ പറഞ്ഞ് നോക്കാൻ ഒന്നേ ഉള്ളു. അതിന്റെ ജീവിതം തുലയ്ക്കാനേ എനിക്കിപ്പോ സൗകര്യമില്ല. അയ്യോ ഈ ചേച്ചി അങ്ങനെ പറയല്ലേ, എത്രയ്ക്ക് സംശയമാണ്. ഈ ചേച്ചി അവിടെ അവൾ കള്ളം പറയത്തില്ലല്ലോ. ഈ ചേച്ചി ഒന്ന് വിളിച്ച് ചോദിച്ചേ അവളെ എന്താണ് അവളുടെ നിലപാടെന്ന്. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ. പക്ഷെ അവൾ എങ്ങാനും വേണ്ടാന്ന് പറഞ്ഞ പിന്നെ ഈ കാര്യം ഈ വീട്ടിൽ ഉണ്ടാവത്തില്ല. മോളെ കുക്കു ഒന്ന് വന്ന്. ഇനി എത്തിയോ പപ്പയുടെ മാക്രിക്കുഞ്ഞ്? അതെ, പപ്പ ഒരു കാര്യം ചോദിക്കാം. മോളതിന് സത്യസന്ധമായി മറുപടി പറയണം. പപ്പ ഇനി എന്തൊക്കെ ചോദിച്ചാലും എന്റെ മറുപടി ഇതൊന്ന. എനിക്ക് അഭിസാരണ ഇഷ്ടമാണ്, ഞാൻ അഭിസാരണ തന്നെ കിട്ടും. ഇതൊന്ന് നോക്കിക്കേ, എന്റെ പൊന്നു ജോണേട്ടാ, നിങ്ങൾ ഇതൊന്ന് നോക്ക. അതെ, ഇത് കണ്ടോ, നമ്മുടെ അനുവിന്റെ മോള. അവള് ഇന്ന് കോളേജ് വെച്ച് ഇവനോട് ഇത്രയും പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിരിക്കുക അവൾക്ക് ഇവനെ ഇഷ്ടമാണെന്ന്. എന്നാ പിന്നെ നമുക്കൊന്ന് ആലോചിച്ചാലോ? എന്റെ പൊന്നിച്ചെനി, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ. നിന്നേക്കാൾ ആഗ്രഹമില്ലേ ഞാൻ പോയി ചോദിച്ചു അവനോട്. അപ്പൊ അവന് നല്ല താല്പര്യമില്ല. അത്രയ്ക്ക് പ്രായം മൂത്ത് നിൽക്കണേ തൂങ്ങിച്ചാവാൻ പറഞ്ഞു. എക്സ്ക്യൂസ് മീ പപ്പേ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞ് ഇനി എന്റെ അടുത്തേക്ക് വരണ്ട. അവള് എന്നോടുള്ള ദേഷ്യത്തിന് മനഃപൂർവ്വം പറഞ്ഞതാ അവന്മാരുടെ മുമ്പിൽ വെച്ച്, അല്ലാതെ വേറൊന്നുമില്ല. അത് ശരിയാണല്ലോ, എന്റെ പുത്രന്റെ കണ്ണിലെ ആരടി പൊക്കമുള്ള മമ്മി കാണില്ലല്ലോ, പപ്പയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്ത് തെറ്റോടാ ഞാൻ നിന്നോടൊക്കെ ചെയ്തത്? 10 മാസം വയറ്റി ചുമന്ന് പ്രസവിച്ചതും പോരാതെ 20 വർഷം 25 വർഷം നെഞ്ചി ചുമർന്ന് വളർത്തി വലുതാക്കി കഴിയുമ്പോൾ അവന്മാർക്ക് ഓരോ പെൺപിള്ളാരോട് ഇഷ്ടം. എന്നിട്ട് അവളുമാരുടെ പിന്നാലെ ഒളിപ്പിച്ചങ്ങ് നടന്നോളും. എന്നിട്ട് അതിനെ തന്നെ വേണമെന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്ക് അല്പം പോലും സ്നേഹം തരാതെ, പരിഗണന പോലും തരാതെ 4-5 മാസമോ വർഷമോ കാണുന്ന പെണ്ണിനോട് സുഖമാണോ, സുഖമല്ലേ, നിനക്കെന്ത് അസുഖം ഉണ്ടോ എന്ന് മിനിറ്റിന് വിളിച്ചു ചോദിക്കുന്ന നിന്നെയൊക്കെ എന്തിനു കൊള്ളും? പപ്പേ, ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാമല്ലാഞ്ഞിട്ടല്ല, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തു കഴിഞ്ഞതാ. അതോ മമ്മി ഒരു പൂതനെയാണെന്നോ അതോ രക്തം ഊറ്റി കുടിക്കുന്ന പിശാചാണെന്നോ? നീ ഒരു കാര്യം ഉറപ്പിച്ചോ മോനെ, നിന്റെ അമ്മയാണെങ്കിൽ 10 മാസം ഞാൻ നിന്നെ ചുമന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാ ആ കൊച്ചിന് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഈ കെട്ട് ഈ ജനി നടത്തിയിരിക്കും. അതെ, നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും ഒക്കെ ജീവിക്കുന്ന ഒരു പുത്രൻ നിങ്ങൾക്കുണ്ട്. അവനെ കൊണ്ട് വേണമെങ്കിൽ ഇമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചോ, അല്ലാതെ എന്റെ അടുത്ത് ഇങ്ങനെ വരരുത്. നിങ്ങളെ ഞാൻ എത്രമാത്രം വെറുക്കുന്നുണ്ടെന്ന് അത് എനിക്ക് എന്നോട് തന്നെ ചോദിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്.